ഹായ് ഹലോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ c&svlog. ഇന്ന് നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് ദൈത്ത് പോലത്തെ ഒരു അരിപ്പയാണ് ഇട്ടേക്കണേ. ഇത് വെച്ച് നമുക്കൊന്നും അരിച്ചെടുക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. എലി കരണ്ടതുപോലെ കുറേ തുളകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ അരിപ്പേനെ ഒന്ന് അടിപൊളിയാക്കി എടുത്താലോ. ഇതുകൂടാതെ ഞാനൊരു കുഞ്ഞ് കണ്ണാടി എടുക്കുന്നുണ്ട്. അപ്പോൾ കുറേ മുമ്പ് വാങ്ങി വെച്ചിട്ടുള്ളതാണ്, പക്ഷേ ഞാനിത് ഉപയോഗിക്കാറില്ല കേട്ടോ. കാണാനായിട്ട് നല്ല ക്യൂട്ടായതുകൊണ്ട് വെറുതെ വാങ്ങിയതാണ്. ഇതിനുള്ളിൽ 2 ചെറിയ ഗ്ലാസ് ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഇതൊന്ന് ഇളക്കി പറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് എടുത്തിട്ട് ബാക്കിയുള്ളതിൽ നമുക്കിങ്ങനെ ഇടയ്ക്കൊക്കെ വല്ലയിടത്തും പോകുമ്പോൾ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊണ്ടുപോകാമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചേ, പക്ഷേ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ 2 ഗ്ലാസ് എടുക്കേണ്ടി വന്നു കേട്ടോ. ആദ്യം ഇളക്കി പറിച്ചത് ഇതുപോലെ പൊട്ടിപ്പോയിട്ടുണ്ട്. പിന്നെ വേറൊന്നും കൂടി ഉണ്ടായിരുന്നല്ലോ, അത് നമ്മളിങ്ങനെ പതുക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഒരു കുഞ്ഞ് കാർഡ്ബോർഡ് പീസാണ് കേട്ടോ വേണ്ടത്. അതുമേലേക്കായിട്ട് ആ ഒരു ഗ്ലാസ് ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ആ ഒരു സൈസിൽ കാർഡ്ബോർഡിൽ നിന്നായിട്ടൊരു പീസ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു അരിപ്പയുടെ ഉള്ളിലേക്കായിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിന് മുകളിലേക്കായിട്ട് ആ ഒരു ഗ്ലാസ് കൂടി വെച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഒട്ടിച്ച് കൊടുക്കാനായിട്ടുള്ളതാണ്. പിന്നെ അരിപ്പയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അതിനുള്ളിലായിട്ട് കുറേ തുളകളുള്ളൊരു നെറ്റ് ഉണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് റിമൂവ് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റുമ്പോൾ ഇതുപോലെയാണ് കിട്ടിയേക്കണേ. ഇനി അതിന് മുകളിലേക്കായിട്ട് നമ്മൾ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാൻ പോകാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഫെവിക്കോളും വെള്ളവും കൂടി ചേർത്തിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന രീതിയിൽ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ പേപ്പർ ഒട്ടിച്ച് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ കുറേ നാളായിട്ട് ഇങ്ങനെ ഉപയോഗിക്കാതെ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കുറേ ഇങ്ങനെ തുരുമ്പൊക്കെ പിടിച്ചിട്ടുണ്ട്. നമ്മൾ ക്ലീൻ ചെയ്തെടുത്താണെങ്കിലും ചില ഭാഗത്തൊക്കെ കുറച്ചിങ്ങനെ തുരുമ്പ് പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നുകൂടി വൃത്തിയായിട്ട് കിട്ടാൻ വേണ്ടിയാണ് ഇതുപോലെ ടിഷ്യൂ പേപ്പർ വെച്ച് കവർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒന്നുകിൽ ഇങ്ങനെ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ബ്ലാക്ക് കളറിൽ പെയിൻറ്റ് അടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ടിഷ്യൂ പേപ്പർ ഒട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിട്ട് നല്ല വൃത്തിയായിട്ട് നമുക്ക് കിട്ടും. അങ്ങനെ കംപ്ലീറ്റ് ഒട്ടിച്ച് കഴിയുമ്പോൾ ഇതുപോലെയാണ് കേട്ടോ കിട്ടിയേക്കണേ. ഇനിയിപ്പോൾ ഇതിന് മുകളിലായിട്ട് നമുക്ക് ബ്ലാക്ക് കളർ ആക്രിലിക് പെയിൻ്റ് ഒന്ന് അടിച്ചെടുക്കാം. നേരത്തെ നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ ഒരു കാർഡ്ബോർഡ് പീസ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു സൈഡിലായിട്ട് ഞാൻ ഇതുപോലെ ബ്ലാക്ക് കളർ പെയിൻറ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നമ്മളൊന്ന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ക്ലേ ആണ് വേണ്ടത്. അപ്പോൾ ക്ലേ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വോൾപുട്ടി വെച്ചിട്ട് ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് മൈദ എടുത്തിട്ട് അതിൽ കുറച്ച് ഫെവിക്കോളും വെള്ളവും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുത്താലും മതി കേട്ടോ. എന്നിട്ട് വാർണിഷ് അടിച്ചു കൊടുത്താൽ കുറേ നാൾ അതുപോലെ തന്നെ നിന്നോളും, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇതുപോലെ കുറച്ച് എടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിൽ നിന്നൊരു ചെറിയ പീസ് എടുക്കുക. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന രീതിയിലൊന്ന് ചെയ്തെടുക്കാം കേട്ടോ. ഇത് നമ്മൾ ആ ഒരു കാർഡ്ബോർഡ് പീസ് ഒട്ടിച്ച് കൊടുത്തില്ലേ, അതിന് ചുറ്റുമായിട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി കത്രിക വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ. ജസ്റ്റ് ഒരു ഡിസൈൻ പോലെ തോന്നാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണേ ഉള്ളൂ. ഇനി നമ്മൾ വീണ്ടും ക്ലേ എടുക്കുന്നുണ്ട്. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന രീതിയിൽ ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ കംപ്ലീറ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. എല്ലാം ഒരേ വലുപ്പത്തിലൊന്നല്ല, ചെറുതും വലുതായിട്ടാണ് കേട്ടോ ചെയ്യണത്.
ഇനി കുറച്ചുകൂടി വലുപ്പത്തിലുള്ളത് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആദ്യം ആ ഒരു കാർഡ്ബോർഡ് പീസിൻ്റെ സൈഡിലായിട്ട് ഒട്ടിച്ച് കൊടുത്തില്ലേ, ആ ഒരു രീതിയിൽ കുറച്ചുകൂടി പീസ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇവിടെ ആയിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയേക്കുന്നത്. ഇനി ഒരു പേനയുടെ റീഫിൽ വെച്ചിട്ട് വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഒന്ന് കുത്തി കൊടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് നമ്മൾ ക്ലേ ഒട്ടിച്ച് കൊടുത്തില്ലേ, അവിടെ ആയിട്ടും ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ ആയിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ബ്ലാക്ക് കളർ ആക്രിലിക് പെയിൻറ്റ് എടുത്തിട്ട് ഇതുപോലെ ആ ഒരു ക്ലേ ഒട്ടിച്ച് കൊടുത്തിട്ടില്ലേ, അവിടെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പെയിൻറ്റ് അടിച്ച് കൊടുക്കാം കേട്ടോ. മെറ്റാലിക് ഗോൾഡൻ കളർ എടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ചെടുത്തിട്ട് നമുക്ക് അതിന് മുകളിലേക്കായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യണമെന്നുള്ളത് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ കണിയൊക്കെ ഒരുക്കുമ്പോൾ വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞു വാൽക്കണ്ണാടിയാണ് കേട്ടോ ചെയ്തെടുക്കണേ. പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ഗ്ലാസ് കൂടി ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ കുറച്ച് ഗ്ലൂ ആക്കി കൊടുക്കുന്നുണ്ട്. ഞാൻ ആ ഒരു ഗ്ലാസ്സുമേലായിട്ട് ഫെവി ബോണ്ടാണ് കേട്ടോ ആക്കി കൊടുത്തേ. പിന്നെ നമ്മൾ നേരത്തെ ഒട്ടിച്ച് കൊടുത്ത ആ ഒരു കാർഡ്ബോർഡ് പീസ് ഉണ്ടല്ലോ, അതുമേ കംപ്ലീറ്റ് ആയിട്ട് ഫെവിക്കോൾ കൂടി ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം അത് നന്നായിട്ടൊന്ന് ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഗ്ലാസ് കൂടി ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു അടിപൊളി വാൽക്കണ്ണാടി സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പഴയ അരിപ്പുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം. പിന്നെ പുതിയതൊക്കെ എടുത്ത് ചെയ്തിട്ട് ആരും അമ്മമാരുടെ നിന്ന് വഴക്ക് വാങ്ങാൻ നിൽക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ എത്രയുള്ളൂ, നിങ്ങൾക്ക് ഇഷ്ടമായില്ല എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്ത് പറയാം. പിന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.